ഇന്ത്യയിലെ കർണാടകയിലെ മംഗലാപുരത്തെ കുദ്രോളി പ്രദേശത്താണ് കുദ്രോളി ശ്രീ ഗോകർണനാഥ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഗോകർണനാഥേശ്വര ക്ഷേത്രം. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിക്കപ്പെട്ട ഈ ക്ഷേത്രം ശിവന്റെ ഒരു രൂപമായ ഗോകർണനാഥന് സമർപ്പിച്ചിരിക്കുന്നു. 1912 അധ്യക്ഷ ഹൊയ്ഗെ ബസാർ കൊരഗപ്പയാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. മംഗലാപുരം നഗരത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് 2 കിലോമീറ്റർ അകലെയായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിവിധ ദേവന്മാരുടെയും ദേവതകളുടെയും ചുവർ ചിത്രങ്ങളാൽ അലങ്കരിച്ച ഗോപുരം ക്ഷേത്രത്തിൽ കാണപ്പെടുന്നു. ഹിന്ദു ഇതിഹാസങ്ങളെ രംഗങ്ങൾ ചുവർ ചിത്രങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിലേക്ക് കടക്കാം. ബില്ലാവ സമൂഹം, പരമ്പരാഗതമായ യോദ്ധാക്കൾ, സൈന്യത്തിലെ അമ്പയത്തിൽ പ്രാവീണ്യമുള്ള തലവന്മാർ, സൈനികർ, പ്രാദേശിക വൈദ്യന്മാർ എന്നിവർ ആത്മീയ മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് വേണ്ടി ഒരിടം ഒത്തുവയ്ക്കുവാൻ ആഗ്രഹിച്ചു. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ആത്മീയ അന്വേഷണത്തിൽ അവരെ നയിക്കാനായി സമൂഹം ശ്രീനാരായണ ഗുരുവിൽ ഒരു രക്ഷകനെ കണ്ടെത്തിയത്. ആത്മീയതയിൽ അറിവും പരിചയമുള്ള നാരായണ ഗുരു അവരുടെ ദേവതയായ ശിവന്റെ ക്ഷേത്രം പണിയുവാൻ സഹായിക്കുന്നതിൽ ബില്ലാവുകൾക്ക് അനുയോജ്യമായ വഴികാട്ടിയും ഗുരുവുമായി. ശ്രീനാരായണ ഗുരു ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങളിലൂടെ ഒരു പ്രമുഖ ബില്ലാവ നേതാവ് അധ്യക്ഷ എച്ച് കൊരഗപ്പ 1908 ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. സമഗ്രതയ്ക്കും ജീവകാരുണ്യ പ്രവർത്തനത്തിനും പേരുകേട്ട അധ്യക്ഷ ഹൊയ്ഗെ ബസാർ കൊരഗപ്പ മംഗലാപുരത്തെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഹൊയ്ഗെ ബസാറിൽ ഒരു വലിയ ടൈൽ ഫാക്ടറി അദ്ദേഹം സ്വന്തമാക്കി. അവിടെ അദ്ദേഹത്തിന് ബിസിനസ് ഓഫീസുകളും ഉണ്ടായിരുന്നു. ടൈൽ ഫാക്ടറിയെ ഹാമിഡിയ ടൈൽ വർക്ക്സ് എന്ന് വിളിച്ചിരുന്നു. മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, സിംഗപ്പൂർ, മലേഷ്യ, ശ്രീലങ്ക, മ്യാൻമാർ എന്നിവിടങ്ങളിലെ ബിസിനസ് സംരംഭങ്ങൾ, മംഗലാപുരം ടൈലുകൾ, കൊപ്ര, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഉണങ്ങിയ മത്സ്യം, മറ്റു പ്രകൃതി ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി 2ാം ലോക മഹായുദ്ധം വരെ ശ്രീ കൊരഗപ്പ വ്യാപാരം നടത്തി. വളരെ സമ്പന്നനായ ഒരു ബിസിനസ്സുകാരനായിരുന്നു ഇദ്ദേഹം. ജോർജ് രാജാവ് 5ാമൻ ഇദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ബഹുമതി നൽകി. തന്റെ പേരിലെ കെ കൊരഗപ്പ എന്നതിനു പകരം സി കൊരഗപ്പ ഉപയോഗിച്ചാണ് അദ്ദേഹം ബിസിനസ്സിൽ ഭാഗ്യവാനാണെന്ന് തെളിയിച്ചത്. ശ്രീ കൊരഗപ്പയുടെ യാത്ര ഏറ്റെടുക്കുവാനുള്ള ഒരു അധിക കാരണം അദ്ദേഹത്തിന്റെ മരുമകൻ സോമപ്പയ്ക്ക് അസുഖമുണ്ടായിരുന്നു എന്നതാണ്. മരുമകനെ സുഖപ്പെടുത്തുന്നതിനായി കൊരഗപ്പ അനുഗ്രഹത്തിനായി ശ്രീനാരായണ ഗുരുവിന്റെ അടുത്തേക്ക് പോയി. സോമപ്പയുടെ സ്മരണയ്ക്കായി കുദ്രോളിയിലെ ഗോകർണനാഥ ക്ഷേത്രത്തിന്റെ കുളത്തിൽ മാർബിൾ ഫലകവും സ്ഥാപിച്ചു. ക്ഷേത്രത്തിന്റെ നവീകരണത്തിൽ ഈ ഫലകം നഷ്ടപ്പെട്ടു. അധ്യക്ഷ കൊരഗപ്പയുടെ ക്ഷണം സ്വീകരിച്ച് 1908 ശ്രീനാരായണ ഗുരു മംഗലാപുരം സന്ദർശിച്ചു. അധ്യക്ഷ കൊരഗപ്പ നൽകിയ കുതിരവണ്ടി കോച്ചിൽ കയറുന്നതിനായി നാരായണ ഗുരു മംഗലാപുരത്തെ കുദ്രോളി തിരഞ്ഞെടുത്തു. നാരായണ ഗുരുവിന് ഈ ക്ഷേത്രത്തിനായി പ്രത്യേകമായ ശിവലിംഗം ലഭിച്ചുവെന്ന് പറയപ്പെടുന്നു. നാരായണ ഗുരുവിന് ഈ ലിംഗം എങ്ങനെ ലഭിച്ചു, എവിടെ നിന്ന് ലഭിച്ചു എന്നത് ഇപ്പോഴും ഒരു രഹസ്യമായി തുടരുന്നു. ഗോകർണനാഥ ക്ഷേത്ര മംഗലാപുര ശിലാസ്ഥാപനം 1908 സിരിയമ്മ പൂജാർത്തിയും ചെന്നപ്പ പൂജാരിയും ദമ്പതികളാണ് ആദ്യം സ്ഥാപിച്ചത്. കൊരഗപ്പ പൂജാരിയുടെ വളർത്തു മാതാപിതാക്കളായിരുന്നു അവർ. 1882 മംഗലാപുരത്തെ കങ്കന്നടിയിലെ ബ്രഹ്മ ബൈദാർക്കല ഗാരടി ക്ഷേത്രം പണിയാൻ ഉത്തരവാദികളായ ഉഗ്ഗ പൂജാരിയുടെ മകനാണ് ചെന്നപ്പ പൂജാരി. 1912 ഫെബ്രുവരിയിൽ നാരായണ ഗുരു ഔപചാരികമായി ക്ഷേത്രം സമർപ്പിച്ചു. അദ്ദേഹം ഈ സ്ഥലത്തിന് ഗോകർണനാഥ ക്ഷേത്ര എന്നും പേരിട്ടു. ഗുരുവിന്റെ ഉപദേശപ്രകാരം ഗണപതി, സുബ്രഹ്മണ്യൻ, അന്നപൂർണേശ്വരി, ഭൈരവൻ, നവഗ്രഹങ്ങൾ, ശനീശ്വരൻ, കൃഷ്ണൻ എന്നിവരുടെ വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഭക്തർക്ക് ഈ സന്നിധാനത്തിൽ ആരാധന നടത്തുവാനും അനുഗ്രഹങ്ങൾ തേടാനും അവർക്ക് പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകുവാനും
ഇത് സഹായിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന് ആവശ്യമായ ഭൂമി അധ്യക്ഷ കൊരകപ്പ സംഭാവന ചെയ്യുക മാത്രമല്ല ചെയ്തത്, ക്ഷേത്രത്തിന്റെ ആദ്യത്തെ ഭരണമേധാവിയായി അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ജനാർദ്ദനൻ പൂജാരി, വിശ്വനാഥ്, ചന്ദ്രശേഖരൻ, ദാമോദരൻ സവർണ, ജയസി സവർണ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റിലെ പല വിശിഷ്ടാംഗങ്ങളിൽ നിന്നും കൂടുതൽ പിന്തുണയോടെ ഇന്നുവരെ കൊരകപ്പ കുടുംബം തുല്യ പിന്തുണയോടെ ക്ഷേത്രഭരണത്തെ നയിക്കുകയും ചെയ്തു. ഇന്നത്തെ ക്ഷേത്രം അതിന്റെ യഥാർത്ഥ കേരള ശൈലിയിൽ നിന്നും ചോള ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വാസ്തുശില്പിയായിരുന്നു സപ്താപതി കെ ദക്ഷിണാമൂർത്തി. 60 അടി ഉയരവും വളരെ മനോഹരവുമായാണ് പുതിയ ഗോപുരം. തെരഞ്ഞെടുപ്പ് റാലിയിൽ കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പ് 1991 മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി നവീകരിച്ച ഗോകർണനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിന്റെ കവാടത്തിൽ 1966 നാരായണ ഗുരുവിന്റെ മാർബിൾ പ്രതിമ സ്ഥാപിക്കുകയും വിലയേറിയ രത്നങ്ങൾ പതിച്ച കിരീടം ഭക്തർ പിന്നീട് നൽകുകയും ചെയ്തു. നവീകരണ ചെലവ് 1 കോടി രൂപയുള്ള ക്ഷേത്രം ഇപ്പോൾ മംഗലാപുരത്തെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. 2007 ഭഗവാൻ ഹനുമാന്റെ മന്ദിർ ഗോകർണനാഥ പരിസരത്ത് പ്രവേശന കവാടത്തിൽ പണിതു. ഭഗവാൻ ഹനുമാൻ മന്ദിർ ക്ഷേത്രത്തിന് സൗന്ദര്യവും നൽകുന്നു. മംഗലാപുരത്തെ അത്താവാറിയിലെ ഗോരിഗുഡയിൽ എച്ച് കൊരകപ്പ, സോമപ്പ എന്നിവരുടെ സമാധികളും അവരുടെ മരണപ്പെട്ട കുടുംബാംഗങ്ങളുടെ കുടുംബ പ്ലോട്ടിൽ ഉചിതമായ മാർക്കുകളുമായി കിടക്കുന്നു. നിരവധി ഉത്സവങ്ങൾ ക്ഷേത്രം ആചരിക്കുന്നു. മഹാശിവരാത്രി, കൃഷ്ണാഷ്ടമി, ഗണേശ ചതുർത്ഥി, നാഗപഞ്ചമി, ദീപാവലി, നവരാത്രി, ശ്രീനാരായണ ഗുരുജയന്തി എന്നിവ പരമ്പരാഗത ആഘോഷങ്ങളോടും ആഡംബരത്തോടു കൂടിയുമാണ് ആഘോഷിക്കുന്നത്. അതിന് ലോകമെമ്പാടും ആരാധകരുമുണ്ട്. മുൽക്കി, ഉടുപ്പി, കട്പാടി എന്നിവിടങ്ങളിലായാണ് ക്ഷേത്രശാഖകൾ. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനം ആചാരമായി പിന്തുടരുന്നു. ദിവസവും സന്ദർശിക്കുന്നതിന് ഭക്തർക്ക് ഭക്ഷണം നൽകുന്ന ഒരു ആചാരവും ക്ഷേത്രം പിന്തുടരുന്നു. കമ്മ്യൂണിറ്റി ശ്രീ സത്യനാരായണ പൂജ, ശ്രീ ശനി പൂജ, സൗജന്യ സമൂഹ വിവാഹങ്ങൾ, അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം എന്നിവ പരമ്പരാഗതമായി നടത്തിവരുന്നു. ഇന്ന് എല്ലാ മതത്തിൽ നിന്നും സമുദായങ്ങളിൽ നിന്നുമുള്ള ഭക്തരെ ക്ഷേത്രം ആകർഷിക്കുന്നു. ഇതുവരെ പറഞ്ഞതിലും അപ്പുറമാണ് ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള ചരിത്രവും ആചാരവും കീർത്തിയും. ഇതോടുകൂടി ഞങ്ങളുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.